തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. സ്നേഹമുള്ളവരെ, വചന പഠനത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പഠനത്തിന് ശേഷം ലേഖനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഹെബ്രായർക്കുള്ള ലേഖനത്തെക്കുറിച്ചാണ് നാം ഇന്ന് കാണുക. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മനോഹരവും സങ്കീർണവുമായ ഒരു ലേഖനമാണ് ഹെബ്രായർക്കുള്ള ലേഖനം. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും അജ്ഞാതമായ ഒരു ഗ്രന്ഥവുമാണ് അത്. നമുക്കറിയാവുന്നതുപോലെ ഹെബ്രായ ലേഖനത്തിൻ്റെ കർത്താവ്, ഓതർ ആരാണ് എന്നതും അതിൻ്റെ രചനയുടെ സാഹചര്യങ്ങളും ഒന്നും വളരെ കൃത്യതയോടെ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ ലേഖനത്തിൻ്റെ ഭാഷ, അതിൻ്റെ ലാംഗ്വേജ്, അത് വളരെ ആകർഷകമായിട്ടുള്ളത് ആണ്. ഹെബ്രായ ലേഖനം മാത്രം പുതിയ നിയമത്തിൽ നമ്മൾ കാണുക ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വിശദമായ ദൈവശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണ്. ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലും അടുത്തു വരുന്ന ഒരു ക്ലാസ്സിലും കൂടിയാണ് ഹെബ്രായ ലേഖനം മുഴുവനും പഠിച്ചു തീരുക. ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്, അവൻ്റെ ഓതർഷിപ്പ്, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ലേഖനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു. ആദ്യത്തെ 2 ഹെഡിങ്ങുകൾ പഠിച്ചിട്ട് അടുത്ത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഹെബ്രായ ലേഖനത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഈ ലേഖനം ഒരു ക്രിസ്തീയ പ്രസംഗത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ പഠനം ഒരു അജപാലന വീക്ഷണത്തിൽ നിന്ന് പടിപടിയായി പുരോഗമിച്ച് ക്രിസ്തീയ തത്വങ്ങളുടെ വിശദീകരണത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിന് നമുക്ക് ഒരു ഉദാഹരണം കാണാൻ സാധിക്കും. ഹെബ്രായ ലേഖനത്തിലെ 8-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ള കൽപ്പനകളെല്ലാം അവസാനിച്ചു, പുതിയ ഉടമ്പടി വ്യവസ്ഥകൾ അവയ്ക്ക് പകരം വന്നിട്ടുണ്ട്. ഇതാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുക. ഇസ്രായേൽ കുടുംബത്തോടും യൂദാ കുടുംബത്തോടുമായി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസം വരുന്നു. ആ ഉടമ്പടി പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്: എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ അവ ഞാൻ ആലേഖനം ചെയ്യും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവുമായിരിക്കും. നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ. വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലേഖനം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് ഈ ലേഖനം നമ്മളെ എല്ലാവരെയും, വായനക്കാരെ ആഹ്വാനം ചെയ്യുക. ഹെബ്രായ ലേഖനത്തിൽ ക്രിസ്തീയ വിശ്വാസ പ്രഖ്യാപനത്തിന് വളരെ ഊന്നൽ നൽകുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പരമമായ വെളിപ്പെടുത്തലാണ് യേശുക്രിസ്തു എന്നുള്ള ആശയം ലേഖനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ കാണുക: പുതിയ ഉടമ്പടി വന്നു കഴിഞ്ഞപ്പോൾ പഴയത് കാലഹരണപ്പെട്ടു. ഇത് പറഞ്ഞുകൊണ്ട് യഹൂദ മതത്തിൻ്റെ പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ് ലേഖനകർത്താവ് നമ്മളോട് പറയുക. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തു ദൂതന്മാരെക്കാൾ വളരെ ശ്രേഷ്ഠനാണ്, കാരണം അവൻ അവകാശമായി ലഭിച്ച നാമം അവരുടെ നാമത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച് ഇതിൽ വിവരിക്കുന്ന ഏതാനും കാര്യങ്ങൾ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1-ാമത്തെ കാര്യം, ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വചനം: നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല, അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നമുക്ക് ദൈവത്തെ സമീപിക്കാൻ കഴിയുന്ന പ്രത്യാശയാണ് എന്ന് ലേഖനകർത്താവ് നമ്മളോട് പറയുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിക്ക് ഉറപ്പ് നൽകുന്നു എന്ന ഒരാശയം നമ്മൾ ഈ ലേഖനത്തിൽ ഉടനീളം കാണുന്നു. പഴയ നിയമകാലത്ത് അനേകം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു.
എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. എന്നാൽ യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യവും കൈമാറപ്പെടുന്നില്ല എന്ന് ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത് നമ്മൾ കാണുന്ന കാര്യമാണ്, ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തു ഉടമ്പടിയുടെയും വാഗ്ദാനങ്ങളുടെയും മധ്യസ്ഥനാണ് എന്ന് ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുക ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എല്ലാ കാലത്തിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ ലേഖന കർത്താവിനെ കുറിച്ചുള്ള കാര്യം. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പറയുക. ഹെബ്രായ ലേഖനത്തിൻ്റെ രചയിതാവ് പൗലോസ് ആണ് എന്ന് വാദിക്കുന്ന ഏതാനും കാര്യങ്ങൾ നമുക്ക് ലേഖനത്തിൽ നിന്നും ലേഖനത്തിന് പുറത്തു നിന്നും കണ്ടെത്താൻ സാധിക്കും. ആർഗ്യുമെന്റ്സ് ഫോർ പൗളൈൻ ഓതർഷിപ്പ്. അതിന് ലേഖനത്തിന് ഉള്ളിലുള്ള തെളിവുകൾ. ഒന്നാമത്തെ കാര്യം, ഹെബ്രായ ലേഖനത്തിന്റെ അവസാനത്തിൽ 13-ാം അധ്യായം 23-ാമത്തെ വചനത്തില് തിമോത്തിയെ കുറിച്ചുള്ള ഒരു സൂചന നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം പൗലോസ്ലീഹായും തിമോത്തിയോസും തമ്മിലുള്ള ബന്ധം. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായും തിമോത്തിയോസും തമ്മിലുള്ള ബന്ധം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുക, ഇങ്ങനെയാണ് ഈ ലേഖനകർത്താവ് എഴുതിയിരിക്കുക: നമ്മുടെ സഹോദരൻ തിമോത്തിയോസ് മോചിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിഞ്ഞാലും. പൗലോസ് റോമിൽ തടവിലായിരുന്നപ്പോൾ ഹെബ്രായ ലേഖനം എഴുതിയതായി ഇതിൽ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് 13-ാം അധ്യായത്തിൽ തന്നെ ഏറ്റവും അവസാനത്തെ ഭാഗം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള ആശംസകളും മുന്നറിയിപ്പുകളും ഒക്കെ പറയുന്നത്. ഇത് പൗലോസിന്റെ ലേഖനങ്ങളുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ഭാഗമാണ്. ഹെബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. നമ്മൾ അടുത്തതായി കാണുന്ന ഒരു കാര്യമാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഏതാനും ചിന്തകൾ ലേഖനത്തിന് ഉള്ളിൽ നമ്മൾ കാണുന്നത്. ഹെബ്രായ ലേഖനത്തിലും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും ഒരേപോലെ കാണുന്ന ഒരു ചിന്തയാണ് ക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. ഹെബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിലും കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 8-ാം അധ്യായം 6-ാം വചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ഒരാശയം. ഈ 2 ആശയങ്ങളും ഒരേപോലെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് പൗലോസ്ലീഹായായിരിക്കാം ഈ ലേഖനത്തിന്റെ കർത്താവ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരാശയമാണ്, ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും അവനെ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. മരണത്തെ ആശ്ലേഷിക്കാനായി യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു എന്ന് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ചിന്ത റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇങ്ങനെ പീഡാസഹനവും മരണവും വഴി പഴയ ക്രമം ഇല്ലാതാക്കുകയും ഒരു പുതിയ ഉടമ്പടി ക്രിസ്തു സ്ഥാപിക്കുകയും ചെയ്തു എന്ന ആശയം നമ്മൾ ഹെബ്രായ ലേഖനത്തിലും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലും ഒരുപോലെ കാണുന്ന കാര്യങ്ങളാണ്. ഇനിയും ഹെബ്രായ ലേഖനത്തിന് പുറത്ത് പൗലോസ്ലീഹ ആയിരിക്കാം ഈ ലേഖനത്തിന്റെ കർത്താവ് എന്ന് തെളിയിക്കുന്ന ഏതാനും വാദങ്ങളും കൂടി നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തേത് ഇതാണ്: പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ഏറ്റവും പുരാതന കൈയെഴുത്ത് പ്രതിയായ P46 റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിന് ശേഷമാണ് ഹെബ്രായ ലേഖനത്തെ നമ്മൾ കാണുക. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതാണ്ട് 2-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ പൗരസ്ത്യ സഭകളിലെ ഈ ലേഖനം, ഹെബ്രായ ലേഖനം പൗലോസ്ലീഹയുടെ ലേഖനങ്ങളോടൊപ്പമായിരുന്നു നിലനിന്നിരുന്നത് എന്നുള്ളത്. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, റോമിലെ ക്ലെമന്റ് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പൗലോസ് ഹെബ്രായർക്കുള്ള ഈ ലേഖനം ഹീബ്രു ഭാഷയിൽ എഴുതിയെന്നും ലൂക്ക അത് ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു എന്നും. ഇങ്ങനെ ഹെബ്രായ ലേഖനത്തിന് പുറത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നമ്മൾ കാണുന്ന ഈ തെളിവുകൾ
പൗലോസ്ലീഹായാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ കർത്താവ് എന്ന് വാദിക്കുന്നതിന് അനുകൂലമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാണുക, പൗലോസ്ലീഹ അല്ല ഹെബ്രായ ലേഖനം എഴുതിയത് എന്ന് പറയുന്ന ഏതാനും വാദങ്ങളാണ്. ലേഖനത്തിനുള്ളിൽ നമ്മൾ കാണുന്ന ഏതാനും തെളിവുകൾ. അതിൽ ഒന്നാമത്തേത്, ഹെബ്രായ ലേഖനത്തില് ഏറ്റവും പ്രധാനമായി പറയുന്ന ആശയം പൗരോഹിത്യ ദൈവശാസ്ത്രമാണ്. ഈ ഒരു ആശയം പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. അതേസമയം പൗലോസിൻ്റെ സാധാരണ പറയുന്ന ആശയങ്ങൾ, നീതീകരണം, പുനരുത്ഥാനം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊന്നും നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ ഒരിടത്ത് പോലും കാണുന്നില്ല. ഇത് നമുക്കൊരു തെളിവാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ കർത്താവ് പൗലോസ്ലീഹ അല്ലായിരിക്കാം എന്നുള്ളതിന്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഹെബ്രായ ലേഖനം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ ലേഖനത്തിൽ ഉടനീളം ആരാധനാക്രമപരമായ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം ലേഖനകർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. എന്നാൽ രക്ഷാകര ചരിത്രത്തെക്കുറിച്ചോ ദൈവശാസ്ത്രത്തെക്കുറിച്ചോ പറയാൻ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഒരിടത്ത് പോലും ആരാധനാക്രമപരമായ ആശയങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പുരോഹിതൻ, നിത്യപുരോഹിതൻ, ബലിപീഠം തുടങ്ങിയ വാക്കുകൾ പൗലോസ്ലീഹായിൽ ഒരിടത്തും തന്നെ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഹെബ്രായ ലേഖനത്തിൽ വളരെ സാധാരണമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു ആശയമാണ് അപ്പോസ്തോലൻ എന്ന വാക്ക്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോസ്തോലൻ എന്നത്. എന്നാൽ ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുക യേശുക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ്. ഇങ്ങനെ ഈ വക തെളിവുകളിൽ നിന്ന് ഹെബ്രായ ലേഖനത്തിന്റെ കർത്താവ് പൗലോസ്ലീഹ അല്ല എന്ന് നമുക്ക് വാദിക്കാൻ സാധിക്കും. ഇനിയും ഹെബ്രായ ലേഖനത്തിന് പുറത്തു നിന്നും പൗലോസ്ലീഹ അല്ല ഈ ലേഖനത്തിന്റെ കർത്താവ് എന്ന് പറയുന്ന ഏതാനും നിഗമനങ്ങളും കൂടി നമുക്ക് കാണാം. അതിലെ ഒന്നാമത്തേത്, ഒരിജന്റെ നിരീക്ഷണത്തിൽ ലേഖനത്തിലെ ചിന്തകൾ പ്രശംസനീയം ആണെന്നും അപ്പസ്തോലന്റെ അംഗീകൃത രചനകൾ പോലെ ഉയർന്നതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരിജൻ പറയുക ഈ ഹെബ്രായ ലേഖനം എഴുതിയത് ആരാണ് എന്നത്, അതായത് ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ് എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാണ്. അതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പറയുന്ന ഒരു ആശയമാണ് തെർത്തുല്യൻ ബർണബാസ് എന്ന ഒരു പേരാണ് ഈ ഹെബ്രായ ലേഖന കർത്താവിനായിട്ട് നിർദ്ദേശിക്കുക. അതിൻ്റെ കാരണം ഇതാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:36 വചനത്തിൽ ബാർണബാസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം സൈപ്രസിൽ നിന്നുള്ള ഒരു ലേവ്യനാണ്. ലൂക്കോസ് അദ്ദേഹത്തെ ആശ്വാസപുത്രൻ എന്നാണ് വിളിക്കുക. പൗലോസിന്റെ കാനോനിക കൃതി എന്ന നിലയിലാണ് ക്രിസ്തീയ ലോകത്ത് ഹെബ്രായ ലേഖനം എല്ലാ കാലഘട്ടത്തിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും കാലഘട്ടം വരെ പൗലോസ് ഈ ലേഖനത്തിൻ്റെ രചയിതാവാണ് എന്ന അനുമാനം വലിയ കുഴപ്പങ്ങൾ കൂടാതെ മുമ്പോട്ട് പോയിരുന്നു. എന്നാൽ ഈ നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും കാലഘട്ടത്തിന് ശേഷം ഹെബ്രായ ലേഖനകർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെയധികം വ്യാപകമായി നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ലൂതർ ഒരു പേര് നിർദ്ദേശിക്കുന്നുണ്ട്, അപ്പോളോസ് എന്ന പേര്. അതും അപ്പോസ്തല പ്രവർത്തനം 18-24 വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ അപ്പോളോസിനെ കുറിച്ച് പറയുക, അദ്ദേഹം വാക്ചാതുര്യമുള്ളവനും വിശുദ്ധ ഗ്രന്ഥത്തിലെ ആഴമായ അറിവുള്ളവനും ആണ് എന്നാണ്. ഈ ചിന്തകളെല്ലാം വെച്ചുകൊണ്ട് ലേഖനത്തിന് പുറത്തു നിന്നും പൗലോസ്ലീഹ അല്ല മറ്റാരെങ്കിലും ആയിരിക്കാം ഈ ലേഖനത്തിന്റെ കർത്താവ് എന്നതിനുള്ള വാദങ്ങളാണ് നമ്മൾ കണ്ടത്. ആരാണ് എന്നുള്ള ഒരു പേര് ഇതുവരെയും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പൗലോസ്ലീഹായിൽ നമ്മൾ കാണുന്ന ദൈവശാസ്ത്ര ചിന്തകളിൽ പലതും ഹെബ്രായ ലേഖനത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിന്റെ കർത്താവ് പൗലോസ്ലീഹ അല്ല എന്നുള്ള ഒരു വാദമാണ് ഇന്ന് പ്രധാനമായിട്ടും മുൻപിൽ നിൽക്കുക. ഈ ലേഖനത്തിന്റെ വായനയിൽ നിന്നും പഠനത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ലേഖനത്തിന്റെ കർത്താവ് എന്ന് പറയുന്ന ഒരാൾ ഹി വാസ് ഒബ്വിയസ്ലി വെൽ എഡ്യൂക്കേറ്റഡ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു റെട്ടോറിക്കൽ ട്രെയിനിങ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഗ്രീക്ക് ഫിലോസഫിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഴയ നിയമ ദൈവശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാനുള്ള
കഴിവ് വളരെയധികമുള്ള ഒരു വ്യക്തിയാണ് ഈ ലേഖനത്തിൻ്റെ കർത്താവ്. ഇങ്ങനത്തെയുള്ള ഒക്കെ പ്രത്യേകതകൾ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാനും ആശയങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട് ഹെബ്രായ ലേഖനത്തിലെ തിമോത്തിയോസിൻ്റെ പേരിൻ്റെ ഒരു സൂചന നമ്മൾ കാണുന്നുണ്ട് 13-ാമത്തെ അധ്യായത്തിൽ. അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ ലേഖനത്തിലെ എഴുത്തുകാരൻ പൗലോസിൻ്റെ സ്കൂളുമായി, ദ സ്കൂൾ ഓഫ് സെൻറ്റ് പോൾ, അതുമായിട്ട് ബന്ധമുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം പൗലോസിൻ്റെ ഒരു തൊട്ടടുത്ത ശിഷ്യനാകാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, രചയിതാവിൻ്റെ പേരിൻ്റെ ചരിത്രപരമായ അനിശ്ചിതത്വം പുസ്തകത്തിൻ്റെ മൂല്യത്തെ ഒട്ടും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലേഖനത്തിൻ്റെ കർത്താവ്, ഓതർ ആരായിരുന്നാലും പഴയ നിയമത്തിലെ പഠിപ്പിക്കലുകളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഹെബ്രായ ലേഖന കർത്താവ്. അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫി, അതിൽ വളരെ ആഴമായ അറിവുള്ള ഒരാളായിരിക്കാം ഈ ലേഖനത്തിൻ്റെ കർത്താവ്. ഇനി നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഹെബ്രായ ലേഖനം എഴുതപ്പെട്ട കാലഘട്ടമാണ്. ഈ ലേഖനത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമാണ്. AD 52 മുതൽ 115 വരെയുള്ള കാലഘട്ടം പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ ലേഖനത്തിൻ്റെ കാലഘട്ടമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏതാനും ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് റോമിലെ ക്ലെമന്റ്. റോമിലെ ക്ലെമന്റ് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഈ ലേഖനത്തിൽ കാണുന്ന ഏകദേശ ഉദ്ധരണികൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് 1-ാം നൂറ്റാണ്ടിലെ ഒരു തീയതിയാണ് സൂചിപ്പിക്കുക. രണ്ടാമത് നമ്മൾ കാണുന്നൊരു കാര്യം, തിമോത്തിയുടെ പേര് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. അത് പൗലോസ്ലീഹായുടെ കാലത്തിലേക്ക് ഒരു സൂചന നൽകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 12-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു ആശയം. ഇനിയും നിങ്ങൾക്ക് രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നൊരു വാക്കുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ലേഖനകർത്താവ് അഭിസംബോധന ചെയ്യുന്ന ആ ഒരു സമൂഹം വിശ്വാസത്തിന് വേണ്ടി ഇതുവരെയും മരണം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന ഒരു അർത്ഥം അതിനുണ്ട്. ഇത് AD 65 നീറോ ചക്രവർത്തിയുടെ പീഡനത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുക. അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന ഒരാശയമാണ്, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടത് AD 70 അടുത്തുള്ള കാലഘട്ടമാണ്. ദേവാലയം നശിപ്പിക്കപ്പെട്ടതോടെ ആരാധനാവിധികൾ നിന്നുപോയി. എന്നാൽ ഈ ലേഖനത്തിൽ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചും ആരാധന ആലയത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വർത്തമാന കാലത്തിലാണ്, പ്രസന്റ് ടെൻസിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ലേവി പൗരോഹിത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ വർത്തമാന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ദേവാലയത്തിൽ ഇപ്പോഴും ബലികൾ അർപ്പിക്കപ്പെടുന്നു എന്നൊരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ പതനത്തിന് മുമ്പുള്ള ഒരു തീയതി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഈ ലേഖനത്തിൻ്റെ കാലഘട്ടമായിട്ട്. ഇനിയും ഹെബ്രായ ലേഖനത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആദിമസഭയിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടത് വ്യക്തിപരമായ ആശയവിനിമയത്തിനല്ല, മറിച്ച് ക്രിസ്തീയ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എപ്പോഴും ലേഖനങ്ങൾ എഴുതുന്ന ആളുകൾ അധ്യാപകരാണ്. ഈ ഹെബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഗുരുതരമായ ഒരു അപകടത്തിലായിരിക്കുന്ന പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്വമുള്ള ആരോ ആണ് ഈ ലേഖനം എഴുതിയിരിക്കുക. ഈ പുസ്തകം മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്ക് യഹൂദ മതത്തിൻ്റെ വിപുലമായ ആരാധനയുടെ അഭാവം അതൊരു നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട്. തങ്ങളുടെ പുതിയ ക്രിസ്തീയ വിശ്വാസത്തിനും പഴയ യഹൂദ വിശ്വാസത്തിനുമിടയിൽ ഒരു ടെൻഷനിലായിരിക്കുന്ന ഒരു സഭാ സമൂഹത്തിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത്. 2-ാം നൂറ്റാണ്ട് മുതലാണ് ഹെബ്രായർക്ക് എന്ന് പറയുന്ന ഒരു തലക്കെട്ട് നമ്മൾ കാണുക. അലക്സാണ്ട്രിയയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു കൈയെഴുത്ത് പ്രതിയിലാണ് ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. എന്താണ് ഹെബ്രായർ എന്നതുകൊണ്ട് അർത്ഥമാക്കുക? ഹീബ്രു ഭാഷ സംസാരിക്കുന്നവർ, അത് യഹൂദരാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതർ പറയുക, ഈ ഹെബ്രായ
ലേഖനത്തിൻ്റെ സ്വീകർത്താക്കൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സമൂഹമായിരിക്കാം എന്നുള്ളതാണ്. ഈ ലേഖനത്തിലെ ഉള്ളിൽ ഒരിടത്തും നമുക്ക് ഈ ലേഖനം എവിടെ വെച്ച് എഴുതപ്പെട്ടു എന്നോ എവിടേക്കുള്ളവർക്കായി എഴുതപ്പെട്ടു എന്നോ ഒന്നും ഒരു സൂചനയുമില്ല. ആകെ ഒരു സ്ഥലം സൂചിപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണുക 13-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിലാണ്. അവിടെ ഇറ്റലിയിൽ നിന്നുള്ളവർ എന്നൊരു സൂചന നമ്മൾ കാണുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ വായനക്കാർ വളരെ കാലമായി ക്രിസ്ത്യാനികളായിട്ടുള്ളവരാണ്. യഹൂദ മതം ആസ്വദിക്കുന്ന മതപരമായ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ആളുകളാണ്. ലേഖനത്തിൽ പഴയ നിയമത്തിൻ്റെ പൊതുവായ ഒരു ഉപയോഗം സൂചിപ്പിക്കുക വായനക്കാരിൽ വലിയൊരു പങ്കും യഹൂദ ക്രൈസ്തവരാണ് എന്നുള്ളതാണ്. ഇനിയും ഈ ഹെബ്രായ ലേഖനത്തിൻ്റെ സാഹിത്യ രൂപം എന്താണ്? ലേഖനം എന്ന ഒരു വാക്ക് തന്നെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുക. ആമുഖത്തിൽ നിന്ന് നമുക്ക് രചയിതാവ് ആരാണെന്നോ സ്വീകർത്താക്കൾ ആരാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പൗലോസ്ലീഹയുടെ കത്തുകൾ തുടങ്ങുന്നത് പോലെയുള്ള ഒരാശംസ ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നില്ല. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഒരാശംസയും കാണുന്നില്ല. അതുകൊണ്ട് ഇതൊരു കത്തിൻ്റെ തുടക്കം അല്ല, ഇതൊരു പ്രസംഗത്തിൻ്റെ രീതിയിലാണ് എഴുതിയിരിക്കുക. എന്നാൽ ഇതിൻ്റെ അവസാന വാക്യങ്ങളിൽ, അതായത് 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ അവസാനിക്കുന്നത് പോലെ തന്നെ ഒരു കത്തിൻ്റെ രൂപത്തിലാണ് അവസാനിക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സാഹിത്യ രൂപം? മുഴുവൻ കൃതിയും ഒരു പ്രസംഗത്തിൻ്റെ ആരംഭത്തിനും ഒരു കത്തിൻ്റെ അവസാനത്തിനും ഇടയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ഹെബ്രായ ലേഖനത്തെ അതിൻ്റെ ഉപസംഹാരം കൂടാതെ ഒരു കത്തോ ലേഖനമോ ആയി കണക്കാക്കുന്നതിലും അധികമായിട്ട് ഒരു പ്രസംഗമായിട്ട്, ഒരു ഹോമിലി ആയിട്ട് കണക്കാക്കാനാണ് കൂടുതൽ എളുപ്പമുള്ളത്. ഇനി നമ്മൾ ഈ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ സ്ട്രക്ചർ, പല സ്ട്രക്ചറുകൾ നമ്മൾ കാണാറുണ്ട്. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ മനസ്സിലാക്കുക. 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ആമുഖം, 1-ാം അധ്യായം 5 മുതൽ 2-ാം അധ്യായം 18 വരെയുള്ള വചനങ്ങൾ. അവിടെ നമ്മൾ കാണുക ദ സൺ ഹയർ ദാൻ ദ ഏഞ്ചൽസ്, അതായത് ദൂതന്മാരെക്കാൾ, മാലാഖമാരെക്കാൾ പുത്രൻ ഉന്നതനാണ് എന്നൊരാശയമാണ് അവിടെ നമ്മൾ കാണുക. 3-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വചനങ്ങളിൽ യേശു വിശ്വസ്തനും കാരുണ്യവാനുമായ മഹാപുരോഹിതനായിട്ടാണ് ലേഖനകർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ജീസസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് കമ്പാഷനേറ്റ് ഹൈ പ്രീസ്റ്റ്, ഈ ഒരാശയമാണ് ഈ ലേഖനത്തിലുടനീളം നമ്മൾ കാണുന്നതാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വചനങ്ങളിലാണ്. ലേഖനത്തിൻ്റെ പരമപ്രധാനമായ ഭാഗമാണ് 5-ാം അധ്യായം 11 മുതൽ 10-ാം അധ്യായം 39 വരെയുള്ള വചനങ്ങൾ. അതാണ് ഇതിൻ്റെ മധ്യത്തിലിരിക്കുന്ന ഭാഗം. അവിടെ ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യവും നിത്യ ബലിയും, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഇറ്റേണൽ സാക്രിഫൈസ്, ഇതാണ് നമ്മൾ കാണുക. 11-ാം അധ്യായം 1 മുതൽ 12-ാം അധ്യായം 13 വരെയുള്ള വചനങ്ങളിൽ വിശ്വാസവും സഹിഷ്ണുതയും, ഫെയ്ത്ത് ആൻഡ് എൻഡ്യൂറൻസ്, ഇത് നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായം 14 മുതൽ 13-ാം അധ്യായം 17 വരെയുള്ള വചനങ്ങളിൽ ദ പീസ്ഫുൾ ഫ്രൂട്ട് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ സമാധാനപരമായ ഫലത്തെക്കുറിച്ചാണ് ലേഖനകർത്താവ് പറയുക. പിന്നീട് നമ്മൾ കാണുക 13-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വചനങ്ങളിൽ ഇതിൻ്റെ ഒരു ഉപസംഹാരമാണ്, സമാപനമാണ്. ഈ ലേഖനത്തെ 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ തീം അനുസരിച്ചിട്ടാണ്. ഓരോ വിഭജനത്തിനും തൊട്ടു മുമ്പായിട്ട് തീം അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ വചനങ്ങളിലൊക്കെയാണ്. 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ, 2-ാം അധ്യായം 17-18 വചനങ്ങളിൽ, 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, 10-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വചനങ്ങൾ, 12-ാം അധ്യായം 13-ാമത്തെ വചനം. 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ 1-ാം അധ്യായം 5 മുതൽ 2:18 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുക മലാഖമാരേക്കാൾ ദൈവപുത്രൻ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്ന ഒരാശയമാണ്. അവിടെ 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈ തീം അനൗൺസ് ചെയ്യുന്നുണ്ട്. പുത്രൻ അവകാശമാക്കിയ നാമം ദേവദൂതന്മാരുടെ നാമത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊരു കാര്യമാണ് 1:4 നമ്മൾ കാണുക. അതുപോലെ തന്നെ 2-ാം അധ്യായം 17-18 വചനങ്ങളിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക
ഈശോ വിശ്വസ്തനും കരുണയുള്ളവനുമായ മഹാപുരോഹിതൻ എന്ന് പറയുന്ന ആശയമാണ്. അത് നമ്മൾ തീം കാണുക 2-ാം അധ്യായം 17-18 വചനങ്ങളിലാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടി ഇരുന്നു. ഇങ്ങനെ ഒരു ആശയമാണ് നമ്മൾ കാണുക. വീണ്ടും 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിലാണ് യേശുവിൻ്റെ നിത്യ പൗരോഹിത്യവും നിത്യ ബലിയും എന്ന് പറയുന്ന ആ ഒരു തീം അനൗൺസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കാണുക, പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗം അവസാനിക്കുക മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും 10-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വചനങ്ങളിൽ വിശ്വാസവും സഹിഷ്ണുതയും എന്ന് പറയുന്ന ആ ഒരു തീം അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായം 11, 12, 13 വചനങ്ങളിൽ നീതിയുടെ സമാധാനപരമായ ഫലത്തെക്കുറിച്ചുള്ള ആ ഒരു തീം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുക, മുമ്പ് പറഞ്ഞതുപോലെ ഇതിൻ്റെ സെൻട്രൽ പാർട്ട് അത് 5-ാം അധ്യായം 11 മുതൽ 10-ാം അധ്യായം 39 വരെയുള്ള വചനങ്ങളാണ്. ഈ കേന്ദ്രഭാഗത്തിൻ്റെ മധ്യത്തിലായിട്ട് 9-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന്. അവിടെ ക്രിസ്തുവിൻ്റെ നാമവും മഹാപുരോഹിതൻ എന്ന പദവിയും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ അത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. അത് ഗ്രീക്കിൽ ഒറ്റ വചനമായിട്ട് എഴുതിയിരിക്കുന്നതാണ്, ഒറ്റ വാക്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതിനെ എക്സോഡിയം എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനവും 2-ാമത്തെ വചനത്തിൻ്റെ ആരംഭവും കൂടി ഒന്നിച്ചെടുത്താൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുക, അതായത് ദൈവവചനത്തെക്കുറിച്ചാണ് പറയുക. ദൈവവചനം എന്നത് വെളിപ്പെടുത്തുന്നതും വീണ്ടെടുക്കുന്നതും ജീവദായകവുമാണ്. അതായത് ദൈവത്തിൻ്റെ വചനം റിവീലിംഗ്, റെഡീമിംഗ് ആൻഡ് ലൈഫ് ഗിവിംഗ്, അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുക. അതാണ് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ അവസാന കാലഘട്ടത്തിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളാണ് ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാവുക. ദൈവം പല വിധത്തിലാണ് പഴയ നിയമത്തിൽ തൻ്റെ പ്രവാചകന്മാരോടും തൻ്റെ ജനത്തോടും പുരോഹിതരോടും ഒക്കെ സംസാരിച്ചിരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ വചനത്തിലും നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 22-ാമത്തെ വചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മോശയോട് കൊടുങ്കാറ്റിലും ഇടിമുഴക്കത്തിലുമൊക്കെ സംസാരിച്ചു. എന്നാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ഏലിയായോട് ഒരു ശാന്തമായ ശബ്ദത്തിൽ സംസാരിച്ചു. പിന്നെ നമ്മൾ യെശയ്യാ പ്രവാചകനിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ കാണുന്നു, യെശയ്യായോട് ദൈവം ഒരു ദർശനത്തിൽ സംസാരിച്ചു. സാമുവേലിനോട് ദൈവം സ്വപ്നത്തിലൂടെയാണ് സംസാരിച്ചത്. 1 സാമുവേൽ 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? 11-ാമത്തെ അധ്യായം ഹെബ്രായ ലേഖനം 40-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്ക് വേണ്ടി കുറെ കൂടി ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു. അതായത് ദൈവിക വെളിപ്പെടുത്തൽ എന്നത് പടിപടിയായി പൂർണ്ണതയിലേക്ക് പുരോഗമിക്കുന്ന ഒന്നാണ്. അത് ക്രിസ്തുവിലാണ് പൂർണ്ണതയിൽ എത്തിച്ചേരുക. അതുകൊണ്ടാണ് ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവൻ നമ്മോട് സംസാരിച്ചു എന്ന് നമ്മൾ കാണുക. പഴയ നിയമത്തിൽ പല വിധത്തിൽ ദൈവം പഴയ നിയമത്തിലെ പൂർവ്വ പിതാക്കന്മാരോട് സംസാരിക്കുന്നത് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ദൈവീക വെളിപാടുകളുടെ പൂർണ്ണതയിലെത്തുകയാണ്. ദൈവീക വെളിപാടുകളുടെ പൂർണ്ണത ക്രിസ്തുവിലാണ് അടങ്ങിയിരിക്കുക. ക്രിസ്തുവിനും അപ്പുറം
ഒരു ദൈവീക വെളിപ്പെടുത്തലും നമുക്ക് ലഭിക്കാനില്ല. അതാണ് നമ്മൾ ഈ 1-ാം അധ്യായം 1-ാമത്തെ വചനത്തിലും 2-ാമത്തെ വചനത്തിൻ്റെ ആരംഭത്തിലും കൂടി മനസ്സിലാക്കുക. ഇനിയും ഇൻട്രഡക്ഷനിൽ തന്നെ 2-ാമത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗവും 3-ാമത്തെ വചനവും നമ്മൾ ഒന്നിച്ചു വായിച്ചാൽ അവിടെ ഈ പുത്രനെ കുറിച്ച് 7 കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും അവനിലൂടെ നൽകപ്പെട്ട വെളിപ്പെടുത്തൽ ദൈവത്തിന് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്ന വെളിപ്പെടുത്തലാണെന്ന് കാണിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവിടെ പറയുന്ന 7 കാര്യങ്ങൾ, അതിലെ 1-ാമത്തേത് ഇതാണ്. നമ്മൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗവും 3-ാമത്തെ വചനവും കൂടി ചേരുന്നതാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുത്രനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിച്ചിരിക്കുന്നു. ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വചനമാണ്. അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സാണ്. അവിടുത്തെ സത്തയുടെ മുദ്രയാണ്. അവൻ തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അവൻ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അത്യുന്നതത്തിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഇങ്ങനെ 7 കാര്യങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് അവിടെ നമ്മൾ കാണുക. ഇനിയും 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ യേശുവിൻ്റെ നാമം ദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊരു പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ കണ്ടു, ദൈവിക വെളിപാട് എന്നത് ക്രമാനുഗതമായ ഒരു വളർച്ചയുടെ പ്രക്രിയയാണ്. വെളിപാടിൻ്റെ മാർഗങ്ങളിലും വെളിപാടിൻ്റെ ഉള്ളടക്കത്തിലും ഒരു പുരോഗതിയുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? ദൈവത്തിൻ്റെ വെളിപാടുകളെ മുഴുവനായി സ്വീകരിക്കാൻ മനുഷ്യന് പലപ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് പടിപടിയായിട്ടാണ്. അതിൽ ക്രമാനുഗതമായ വളർച്ചയും ഉണ്ടാകുന്നുണ്ട്. ലോകരക്ഷകനായ മിശിഹായെക്കുറിച്ച് മനുഷ്യൻ്റെ മനസ്സിൽ ഗ്രാജുവലായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ച് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അബ്രാഹത്തോട് പറയുക, അവൻ്റെ സന്തതിയിൽ നിന്ന് രക്ഷകൻ വരുമെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ. ദൈവം യാക്കോബിനോട് പറയുക, രക്ഷകൻ യൂദ ഗോത്രത്തിൽ നിന്ന് വരുമെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ. ദൈവം ദാവീദിനോട് പറയുക, രക്ഷകൻ അവൻ്റെ ഭവനത്തിൽ നിന്ന് ജനിക്കുമെന്നാണ്. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ. ദൈവം മിക്ക പ്രവാചകനിലൂടെ നമ്മളോട് പറയുക, രക്ഷകൻ ബേത്ലഹേമിൽ ജനിക്കുമെന്നാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വചനം. യെശയ്യാ പ്രവാചകനോട് പറയുക, രക്ഷകൻ ഒരു കന്യകയിൽ നിന്ന് ജനിക്കുമെന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനം. ഇങ്ങനെ ഗ്രാജുവലായിട്ട് ദൈവപുത്രനെ നമ്മുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവസാന നാളുകളിൽ തൻ്റെ പുത്രനിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. 1-ാം അധ്യായം 5 മുതൽ 2-ാം അധ്യായം 18 വരെയുള്ള വചനങ്ങളിൽ ദൈവപുത്രൻ ദൂതന്മാരെക്കാൾ ഉന്നതനാണ് എന്നൊരാശയം നമ്മൾ മുൻപിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എപ്രകാരമാണ് ദൂതന്മാരെക്കാൾ ദൈവപുത്രൻ ഉന്നതനായിരിക്കുന്നത് എന്നത് പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 2:7 ഉദ്ധരിച്ചുകൊണ്ട് ലേഖനകർത്താവ് പറയുന്നു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി. പിന്നീട് നമ്മൾ സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം വചനത്തിൽ കാണുന്നുണ്ട്, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുമെന്ന്. ദൈവം പറഞ്ഞിരിക്കുന്നതിനാൽ ദൂതന്മാർ അവനെ ആരാധിക്കണം എന്നാണ് ലേഖനകർത്താവ് വാദിക്കുക. ഇങ്ങനെയൊക്കെ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉള്ളതുകൊണ്ട് മലാഖമാർ, ദൂതന്മാർ അവനെ ആരാധിക്കണം. ദൂതന്മാർ പുത്രന് കീഴിലാണ്. ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഈ ലേഖനകർത്താവ് പറയുന്നു 32-ാം അധ്യായം 43-ാമത്തെ വചനത്തിൽ, ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ ആരാധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 104:4 അവൻ തൻ്റെ ദൂതന്മാരെ കാറ്റുകളായും തൻ്റെ ദാസന്മാരെ അഗ്നിജാലകളും ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു ആശയം, എന്തുകൊണ്ടാണ് ഈ മാലാഖമാരെയും യേശുക്രിസ്തുവിനെയും താരതമ്യം ചെയ്തിരിക്കുന്നത്? അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈ ഒരു വചനഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പിടികിട്ടുക.
നമ്മൾ കൊളോസോസുകാർക്കുള്ള ലേഖനത്തില് 2-ാം അധ്യായം 18-ാമത്തെ വചനത്തില് വായിക്കുന്നുണ്ട്, ദൂതന്മാരെ ആരാധിക്കാനുള്ളൊരു പ്രവണത അവരുടെ ഇടയിൽ സർവ്വസാധാരണമായിരുന്നു. അത് 2-ാം അധ്യായം 18-ാമത്തെ വചനത്തിലെ കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ദൂതന്മാരെ ആരാധിക്കാനുള്ള പ്രവണത ഈ വായനക്കാരുടെ ഇടയിലും നിലനിന്നിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, യേശുവിനെ തന്നെ ഒരു മാലാഖിയായി ആരാധിക്കാനുള്ള പ്രവണത അവരുടെ ഇടയിൽ നിലനിന്നിരിക്കാം. യഹൂദരുടെ ഒരു പശ്ചാത്തലത്തിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഡോക്ട്രിൻ ഓഫ് ഏഞ്ചൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡെഡ് സീ സ്ക്രോൾസിലും അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചറിലും ഒക്കെ കാണുന്ന ഒരു ആശയമാണ്. യേശുവിനെ ഒരു മാലാഖിയായി ആരാധിക്കാനുള്ള ഒരു പ്രവണത അത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം ലേഖനകർത്താവ് പറയുക. എന്നാൽ ലേഖനത്തിൽ പിന്നീട് ഒരിടത്ത് പോലും ഈ ഒരാശയം നമ്മൾ കാണുന്നുമില്ല. ഹെബ്രായ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ തൻ്റെ വായനക്കാര് യഥാർത്ഥ പഠിപ്പിക്കലിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നൊരു സൂചന നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുക, ദൂതന്മാർ പ്രഖ്യാപിച്ച സന്ദേശം എന്ന് പറയുന്ന ഒരാശയം 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ കാണുന്നുണ്ട്. അതായത് സമകാലിക യഹൂദ പഠിപ്പിക്കലിൽ ഒരു ദൂതന്റെ മധ്യസ്ഥതയാൽ മോശയ്ക്ക് നൽകപ്പെട്ടതാണ് യഹൂദ ന്യായപ്രമാണം എന്ന ആശയം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിലും ഒക്കെ കാണുന്നതാണ്. അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മാലാഖമാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം എന്ന ഒരാശയം നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ കാണുക. ഹെബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഒരു മുന്നറിയിപ്പാണ് പറയുക. അതാണ് നമ്മൾ ഈ ലേഖനത്തിൽ അടുത്തതായി കാണുന്ന ആശയം. രക്ഷ അവഗണിക്കുന്നത് അപകടമാണ് എന്ന് പറയുന്നു. വായനക്കാർ ജാഗ്രതയിൽ അയവ് വരുത്തിയിരിക്കാമെന്നും യഥാർത്ഥ പഠിപ്പിക്കലിൽ നിന്ന് വിട്ടുമാറിപ്പോകാനുള്ള അപകടത്തിലായിരിക്കാമെന്നും ഒരു സൂചന നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് പുതിയ നിയമ സന്ദേശത്തിൻ്റെ സ്വഭാവം, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒരു സ്വഭാവം എന്നത് അത് കർത്താവിനാൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്, അപ്പോസ്തലന്മാരാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടതാണ്, അത് അടയാളങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം രക്ഷയുടെ സത്യമാണ്. ഇതാണ് നമ്മൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. സുവിശേഷത്തിൻ്റെ സത്യത്തെയും പഠിപ്പിക്കലിനെയും നിസ്സാരമായി കാണരുത്. അത് പരമപ്രധാനമാണ്. അത് ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്ത് വില കൊടുത്തും സുവിശേഷത്തിലെ സത്യത്തെ വിലമതിക്കുകയും അതനുസരിക്കുകയും ചെയ്യണമെന്ന് ലേഖനകർത്താവ് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇത് വചനത്തിലെ വെറും വാക്കുകൾ മറക്കുന്നതിനെ കുറിച്ചല്ല പറയുക, മറിച്ച് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന രക്ഷയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷയെ മുറുകെ പിടിക്കാൻ ലേഖനകർത്താവ് വായനക്കാരെ ഓർമ്മിപ്പിക്കുക. യഥാർത്ഥ ഉപദേശം അവഗണിച്ചാൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതാണ് ഹെബ്രായ ലേഖനം നമ്മുടെ മുൻപിൽ വ്യക്തമാക്കുക. സുവിശേഷം സ്വീകരിച്ച സന്ദർഭത്തിൻ്റെ ആകർഷണീയതയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ 2-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യവംശവുമായുള്ള യേശുവിൻ്റെ ഐക്യദാർഢ്യത്തെക്കുറിച്ചാണ് പറയുക. 1-ാമത്തെ ഭാഗത്ത് പറഞ്ഞൊരു ആർഗ്യുമെന്റ്, ദൈവദൂതന്മാരുടെ നാമത്തേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിൻ്റെ നാമം. 2-ാമത് പറയുന്ന കാര്യം മനുഷ്യവംശവുമായുള്ള ക്രിസ്തുവിൻ്റെ ഐക്യദാർഢ്യമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന ഏതാനും കാര്യങ്ങളാണ്. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് വിധേയനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ഹെബ്രായ ലേഖനം 2:9 നമ്മൾ കാണുന്നതാണ്. അവിടെ നമ്മൾ കാണുക, ഈശോ തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സഹനത്തിലും മരണത്തിലും ദൂതന്മാരെക്കാൾ താഴ്ന്നവനായിരുന്നു എന്നൊരാശയം ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ബഹുമാനവും മഹത്വവും കൊണ്ട് അവൻ കിരീടമണിഞ്ഞിരിക്കുന്നു. ദൂതന്മാരുൾപ്പെടെ എല്ലാ സൃഷ്ടികൾക്കും മീതെ അവൻ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു.
ഹെബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായം 11-ാം വചനത്തിലാണ് നമ്മൾ കാണുക മനുഷ്യവംശവുമായുള്ള യേശുവിന്റെ ഐക്യദാർഢ്യത്തെക്കുറിച്ച്. അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? മനുഷ്യവംശത്തോടുള്ള യേശുവിന്റെ ഐക്യദാർഢ്യം അവനെ ഒരു പ്രതിനിധി ആക്കി തീർക്കുന്നു, അതായത് റെപ്രസെൻറ്റേറ്റീവ് ഫിഗർ ആക്കി തീർക്കുന്നു. അവൻ മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും രക്ഷാമാർഗത്തിൻ്റെ വഴികാട്ടിയാണ്. യേശു മനുഷ്യനായി അവതരിച്ച് സഹനത്തിനും മരണത്തിനും തന്നെ വിധേയനാക്കിയതോടെ മനുഷ്യ കുടുംബത്തിൻ്റെ ഭാഗമായി തീർന്നു. യേശു എന്ന ഒരു മനുഷ്യനാമം അവൻ സ്വീകരിച്ചു. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള രക്ഷയുടെ ആദ്യ ഫലമാണ്. എല്ലാ മനുഷ്യരും അവന് സഹോദരന്മാരാണ്. പുത്രന്റെ മനുഷ്യാവതാരം ആണ് യഥാർത്ഥത്തിൽ നമ്മളെയെല്ലാം മനുഷ്യകുലത്തെ യേശുവിൻ്റെ സഹോദരന്മാരാക്കിയിട്ടുള്ളത്. എല്ലാവരെയും പോലെ മനുഷ്യനായി തീർന്നുകൊണ്ട് അവൻ അവരുമായി താതാത്മ്യപ്പെട്ടു. അങ്ങനെ അവൻ മഹാപുരോഹിതനാകാൻ പ്രാപ്തനായി. ഇതാണ് ഈ ലേഖനകർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം. അതായത് സഹന മരണങ്ങൾക്ക് വിധേയപ്പെട്ടും മനുഷ്യ കുലത്തിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് നമ്മയെല്ലാം സഹോദരന്മാരാക്കി നമ്മെപ്പോലെ അവൻ മനുഷ്യനായി തീർന്നുകൊണ്ട് അവൻ മഹാപുരോഹിതനായി തീർന്നു. അതായത് മനുഷ്യവർഗത്തിൻ്റെ ഭാഗധേയം പങ്കിടുന്നതിനാലും അവരിൽ ഒരാളായതിനാലും യേശുവിന് മനുഷ്യ വംശത്തെ സഹായിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വാദമാണ് ഈ ലേഖനകർത്താവ് മുമ്പോട്ട് വയ്ക്കുക. അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കാരണം അവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ സ്വഭാവം പങ്കിടുന്നു. ദൈവം ആഗ്രഹിച്ചതും മനുഷ്യാവതാരത്താൽ സ്ഥാപിതവുമായ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. മരണത്തിലും അവരുമായി, അതായത് മനുഷ്യവർഗവുമായി യേശു ഐക്യദാർഢ്യത്തിലാണ്. മരണം പോലും മറികടക്കുന്ന ഒരു രക്ഷാദൗത്യമാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം ലക്ഷ്യമിട്ടത്. പാപരഹിതനായ മനുഷ്യപുത്രൻ എന്ന നിലയിൽ മനുഷ്യന്റെ ദുരിതത്തിൽ, പ്രത്യേകിച്ച് കഷ്ടപ്പാടിലും മരണത്തിലും അവൻ്റെ പൂർണ്ണമായ ഇടപെടൽ മൂലം സാത്താൻ്റെ ശക്തിയെ യേശു നശിപ്പിച്ചു. അങ്ങനെ അവൻ കാരുണ്യവാനും വിശ്വസ്തനുമായ മഹാപുരോഹിതൻ ആയിത്തീർന്നു. യേശുവിൻ്റെ മനുഷ്യത്വത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നതിലൂടെ, അതായത് ഇങ്ങനെയാണ് പറയുക, അവൻ തന്നെ കഷ്ടപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് കഴിയും. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിവുള്ളവനും നമ്മെപ്പോലെ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടവനുമായ ഒരു മഹാപുരോഹിതനാണ് ക്രിസ്തു. ഈ ആശയമാണ് അടുത്ത ഈ ലേഖനത്തിൻ്റെ വിഭജനത്തിൽ നമ്മൾ കാണുക. 3-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വചനങ്ങൾ. ഇവിടെ നമ്മൾ കാണുക ജീസസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് കമ്പാഷനേറ്റ് ഹൈ പ്രീസ്റ്റ് എന്നതാണ്. ദർ ആർ 3 പോയിന്റ്സ്. ഒന്നാമത്തേത് ഇതാണ്: ജീസസ് ഈസ് സുപ്പീരിയർ ടു മോസസ്. പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈശോ ഫെയ്ത്ത്ഫുൾ ആൻഡ് കമ്പാഷനേറ്റ് ഹൈ പ്രീസ്റ്റ് ആയിരിക്കുന്നത് എന്നത് ലേഖനകർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ കാണുക 3-ാം അധ്യായം 7 മുതൽ 4-ാം അധ്യായം 13 വരെയുള്ള വചനങ്ങളിൽ ഈ ജനതയുടെ വിശ്വാസം ഇല്ലായ്മയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പുകളാണ്. അവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്രമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയില്ല. ഇങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്ന ഒരു ആശയം നമ്മൾ ഈ ഭാഗത്ത് ഉടനീളം കാണുന്നതാണ്. മൂന്നാമത് നമ്മൾ കാണുക ക്രിസ്തു കരുണാമയനും വിശ്വസ്തനുമായ മഹാപുരോഹിതനാണ് എന്നുള്ളത്. 3 ആശയങ്ങളാണ് 3-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുക. ഒന്നാമത്തേത് ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മോസസ്. ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. 3-ാം അധ്യായം 1 മുതൽ 6 വരെ. 3-ാം അധ്യായം 7 മുതൽ 4-ാം അധ്യായം 13 വരെയുള്ള വചനങ്ങളിൽ അതൊരു വാണിംഗ് ആണ്. അവിടെ നമ്മൾ കാണുക വിശ്വാസമില്ലായ്മയ്ക്ക് എതിരെയുള്ള മുന്നറിയിപ്പുകളാണ്. പിന്നീട് നമ്മൾ
4-ാം അധ്യായം 14 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വചനങ്ങളിൽ ക്രൈസ്റ്റ് ഈസ് ദ കമ്പാഷനേറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു കരുണാമയനും വിശ്വസ്തനുമായ മഹാപുരോഹിതനാണ് എന്ന ആശയം കാണുന്നു. മോശ വിശ്വസ്തനായിരുന്നതുപോലെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കാണുകയാണ്. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മോശ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്ത അഹ്റോനും മിറിയാമിനും ഒക്കെ മറുപടിയായിട്ട് മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ സംഖ്യ പുസ്തകത്തിൽ 12-ാം അധ്യായം 7-ാം വചനത്തിൽ കാണുക. എൻ്റെ ഭവനം മുഴുവനും മോശയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ദൈവം പ്രഖ്യാപിക്കുന്നത്. നമ്മൾ രണ്ടാമത് കാണുന്ന ആശയം ഇതാണ്: യേശു ദൈവഭവനത്തിൻ്റെ നിർമ്മാതാവാണ്, എന്നാൽ മോശ ദൈവഭവനത്തിലെ ഒരു താമസക്കാരൻ മാത്രമാണ്. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു ആശയം ഇതാണ്: യേശു ദൈവത്തിൻ്റെ ഭവനത്തിന്മേൽ പുത്രനാണ്, എന്നാൽ മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു ദാസൻ മാത്രമാണ്. പിന്നീട് നമ്മൾ കാണുക 3-ാം അധ്യായം 7 മുതൽ 4-ാം അധ്യായം 13 വരെയുള്ള ഒരു ലോങ് പാസേജ്. അവിടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ചാണ് പറയുക. ആദ്യം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ഇസ്രായേൽ ദൈവത്തോട് മത്സരിച്ചു, അങ്ങനെ അവർ വഴിതെറ്റിപ്പോയി. അവർ ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞില്ല. അതിൻ്റെ ഫലമായി അവർ ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചു. ഇതാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യം. എന്നിട്ട് ക്രിസ്ത്യാനികളുടെ അവിശ്വാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് 3-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ. ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷം എന്നത് ക്രിസ്തുവിൻ്റെ സഹന മരണ ഉത്ഥാനത്തിലെ വിജയമാണ്. അതാണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. ഈ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമാണ് ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതാണ് 4-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ചിലർ ഇനിയും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുണ്ട് എന്ന് പറയുന്നു. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം ഇതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇത്തരം അനുസരണക്കേടിനെതിരെയാണ് ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് നൽകുക. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം അനുസരണമുള്ളവരായിരിക്കണം, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോട് അനുസരണമുള്ളവരായിരിക്കണം എന്നൊരാശയമാണ് ഇവിടെ നമ്മൾ കാണുക. പിന്നീട് നമ്മൾ കാണുക പ്രധാനപ്പെട്ട ഒരാശയമാണ് ക്രിസ്തു കരുണാമയനും വിശ്വസ്തനുമായ മഹാപുരോഹിതനാണ്. 4-ാം അധ്യായം 14 മുതൽ 5-ാം അധ്യായം 10 വരെയുള്ള വചനങ്ങൾ. അവിടെ നമ്മൾ കാണുക യേശുവിൽ 2 യോഗ്യതകളാണ് പൗരോഹിത്യ സ്വഭാവത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത്, ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന് യോഗ്യനാണ്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുക. അതുകൊണ്ടാണ് അവൻ വിശ്വസ്തനായ മഹാപുരോഹിതനാണ് എന്ന് പറയുക. രണ്ടാമത് പറയുക, അവൻ നമ്മുടെ വിശ്വാസത്തിന് മാത്രമല്ല നമ്മുടെ ബലഹീനതകളോട് അവൻ സഹതപിക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ടാണ് കരുണാമയനായ മഹാപുരോഹിതനാണ് എന്ന് പറയുക. 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പ്രധാന പുരോഹിതനെ കുറിച്ചും അതെങ്ങനെ ക്രിസ്തുവിൽ ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ള കാര്യവുമാണ് 5-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വചനങ്ങളിലും കൂടി നമ്മൾ കാണുക. 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുക. ഒരു 5 കാര്യങ്ങളാണ് നമ്മളവിടെ കാണുക. പുരോഹിതൻ ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കണം. അവൻ ദൈവത്തിന് ദാനങ്ങളും ബലികളും അർപ്പിക്കണം. പുരോഹിതൻ മനുഷ്യരോട് സൗമ്യമായി ഇടപെടാൻ കഴിയുന്നവനാകണം. അവൻ പാപങ്ങൾക്ക് വേണ്ടി ബലികൾ സമർപ്പിക്കുന്നവനാകണം. പുരോഹിതൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാകണം. ഇതെല്ലാമാണ് പഴയ നിയമ പൗരോഹിത്യത്തിൽ നമ്മൾ കാണുക. ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ ഇത് തന്നെ നമ്മൾ കാണുന്നു. ക്രിസ്തു മനുഷ്യനായി ജനിച്ചു, ദൈവത്താൽ അയക്കപ്പെട്ടു, ക്രിസ്തു തന്നെ ബലി അർപ്പിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ പൂർണ്ണതയിലേക്കെത്തി അവൻ നമുക്ക് നിത്യരക്ഷയുടെ ഉറവിടമായി തീർന്നു. ദൈവത്താൽ അവൻ മഹാപുരോഹിതനായി നിയമിക്കപ്പെട്ടു. നമ്മൾ അടുത്തു വരുന്ന ക്ലാസ്സുകളിൽ കാണുക ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചാണ്. താങ്ക് യു.